നമസ്കാരം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സജീസ് കറിയ സൈച്ചേടൻ കോൺഗ്രസിൻ്റെ 13-ാം വാർഡിൻ്റെ കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. അതുപോലെ റൊണാൾഡ് CMS കോളേജ് KSUവിൻ്റെ മുൻ യൂണിറ്റ് പ്രസിഡന്റായിരുന്നു. വളരെ വർഷക്കാലം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു. ഇവരിന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അംഗത്വം സ്വീകരിക്കുകയാണ്. ഇവരെ സ്വീകരിക്കുന്നതിനായിട്ട് പാർട്ടിയുടെ മധ്യമേഖലയുടെ അധ്യക്ഷൻ ശ്രീ N ഹരി അവറുകളെയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവും ഈ വാർഡിന്റെ ഒക്കെ മെമ്പറായിരുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ KK വിനേന്ദ്രൻ അവറുകളെയും ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. ഇന്നത്തെ ഈ സമയം നമുക്കറിയാം വളരെ വൈകിയ ഒരു സമയമാണ്. എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയിൽ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരുടെ അസഹിഷ്ണുതയില് ജനാധിപത്യത്തിന് ഒട്ടും വില കൽപ്പിക്കാത്ത ആ സംവിധാനത്തിനോട് വിട പറഞ്ഞുകൊണ്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്നതിലെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇരുകൈകളും വെച്ച് സ്വീകരിക്കുക. ഇതുപോലെ ഇതിനു മുമ്പ് നമുക്കറിയാം ഈ മുഴയനാൽ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആളുകൾ അനവധിയായിട്ടുള്ള ആളുകൾ ഇന്നും വർഷങ്ങളായിട്ട് ഒരു ഇഴയെടുപ്പവും നഷ്ടപ്പെടാതെ ഇപ്പോഴും തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് അവരുടെ മുമ്പിൽ അവർക്ക് ഉദാഹരണമായിട്ടുണ്ട് എന്നാണ് അവർ സൂചിപ്പിച്ചത്. എക്കാലവും നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഏക സഹോദരങ്ങളെ പോലെ തന്നെ നമ്മോടൊപ്പം പ്രവർത്തിക്കാൻ ഉള്ള ഒരു സാവകാശം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയത് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു. ചേർന്ന് അദ്ദേഹത്തെയും സ്വീകരിക്കുക. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തകനാണ്. ഞാൻ എൻ്റെ കലാലയ രാഷ്ട്രീയത്തിൽ ഞാൻ KSUവിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ വലത്തെ ചെവിയുടെ കേൾവിശക്തി പോലും ഞാൻ KSUവിന് വേണ്ടി ഞാൻ നഷ്ടപ്പെടുത്തി വ്യക്തിയാണ്. 19 വർഷം കൂടി ഞാൻ CMS കോളേജിൽ KSUവിന് യൂണിയനിൽ സീറ്റ് വാങ്ങിക്കൊടുത്തതാണ്. കഴിഞ്ഞ വർഷം അവിടെ യൂണിയനിൽ സീറ്റ് കിട്ടും. അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന KSUവിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എന്നെ അറിയാം. ഞാൻ എത്രത്തോളം ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി എങ്ങനെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഈ കാലങ്ങളായിട്ട് കോൺഗ്രസിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നടക്കുന്ന ഗ്രൂപ്പ് കളികളും പ്രശ്നങ്ങളും കാരണം ഈ നാടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ നിലവിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ ജാനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പാർട്ടിയിൽ പറയാനോ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പാർട്ടിയിൽ ഒരു അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിൽ ഈ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെ എല്ലാവരെയും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നതിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തോട് ഇന്ന് ഒരു കമ്മിറ്റി വിളിച്ചു കൂടിയപ്പോഴത്തേക്കും ഈ വാർഡിൽ മത്സരിക്കുന്ന പാർട്ടിക്ക് ചിഹ്നം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിന് പുറത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അയാളെ എന്നെ ഏറ്റവും മൃഗീയമായ രീതിയിൽ മർദ്ദിക്കാനും അതുപോലെ തന്നെ ടോർച്ചർ ചെയ്യാനും ശ്രമിച്ചപ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ എന്തിന് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളൊരു കുറ്റബോധമായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരു 5-6 മണിക്കൂറുകൾക്ക് മുമ്പ് വരെയും ഈ കഴിഞ്ഞ കാലങ്ങൾ വരെയും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി എത്രത്തോളം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എന്നെ അറിയാവുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. പക്ഷെ ഇതുപോലുള്ള നേതാക്കന്മാരുടെ പുറമെ ജനങ്ങളുടെ മുന്നിൽ എല്ലാം ചെയ്തു തരുമെന്നുള്ള വാഗ്ദാനങ്ങൾ നൽകി കൊടുക്കുകയും അതുപോലെ അവരെ പറ്റിക്കുകയും അവരെ കോമാളികളാക്കുകയും ചെയ്യുന്ന വികൃതമാക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള നേതൃത്വത്തിനെതിരായിട്ടുള്ള എൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇനി മുതൽ എൻ്റെ മരണം വരെയും ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും.